പർവ്വതമാണ്. ജബലുൻ നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ മല എന്നാണ് അർത്ഥം. പ്രകാശത്തിന്റെ മല. എന്തിനാ ഇങ്ങനൊരു മല ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ഈ മലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരിക്കുകയും ചെയ്തതിന്റെ പൊരുളെന്താണ്? പരിസരത്ത് ഒരുപാട് മല കാണുന്നുണ്ട്. വിശാലമായ പർവ്വതങ്ങൾ ചുറ്റിയ ഒരു നാടാണ് മക്ക എന്ന് പറയും. മക്ക പർവ്വതങ്ങളുടെ മലകളാൽ ചുറ്റപ്പെട്ട നാടിന്റെ പേരാണ് മക്ക എന്ന്. അങ്ങനെയുള്ള മക്കയിൽ ജബലുൻ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് എന്തിനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടി ഉയരത്തിലാണ് ഈ മല നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ 2000 അടി ഉയർച്ചയിലപ്പം നിൽക്കുന്നത്. ഇപ്പൊ വിമാനത്തിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ താഴോട്ട് നോക്കിയാലുള്ളൊരു കാഴ്ച ഉണ്ട്. ആ വ്യൂ ആണ് നോക്കുമ്പോഴത്തേക്ക് നോക്കുന്നത്. വിമാനത്തിലൊക്കെ പോകുമ്പോഴാ മാത്രമല്ല വളരെ കൃത്യമായിട്ട് നമുക്ക് മക്ക ഹറം ഷരീഫ് കാണുകയാണ്. ഇത് ഹറമിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മള് ഇശാ നിസ്കരിച്ചത്. ഇവിടെ വെച്ചുകൊണ്ടാണ് നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ അവസരം കിട്ടിയത്. അള്ളാഹു കബൂലാക്കട്ടെ. വല്ലാത്ത ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമാണ്. നിങ്ങൾ ഈ മറ്റേ ഊട്ടിയിൽ കൊടൈക്കനാലും പോണ വഴിയല്ല, ഇത് ഹൃദയസ്പൃക്കായ ഒരു സംഗതിയാണ്. നമ്മൾ ഈ നിസ്കരിച്ച ഈ നിസ്കാരം പരിശുദ്ധ കഅബയിലേക്ക് നോക്കിക്കൊണ്ട്, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് നോക്കിക്കൊണ്ട്, ആ പരിശുദ്ധമായ കഅബാലയം കണ്ടുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാർ ഹിറയിൽ ഇരുന്നത് എന്നാണ്. ഗാർ ഹിറയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ പർവ്വതത്തിലെ ഈ ഗുഹ, നമ്മൾ ആ ഗുഹയിലേക്ക് ഇറങ്ങിയല്ലോ, താഴോട്ട് ആ ഗുഹ എന്തിനാണ് തെരഞ്ഞെടുത്തത്? പരിസരത്ത് ഒരുപാട് മലയുണ്ടല്ലോ, എന്തിനാണ് അതിന്റെ രഹസ്യം? ഈ ഗുഹക്കുള്ളിൽ നിന്ന് പരിശുദ്ധ കഅബാലയം അന്ന് നോക്കി കാണാമായിരുന്നു. ഞാന് ശനിയാഴ്ച വല്ലാത്ത ആലംബമുള്ള, വല്ലാത്ത താല്പര്യമുള്ള കാര്യം. പരിശുദ്ധ മക്ക വിട്ട് വീട് വിട്ട് വന്നിരിക്കുമ്പോൾ, ഏകാന്തനായി ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ കഅബ കണ്ടിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത മാനസികമായി സംതൃപ്തിയുള്ള കാര്യമാണ്. റസൂലുള്ള എന്തിനാ ഒറ്റക്ക് വന്നിരിക്കുന്നത്? കുടുംബല്ലേ, നാടില്ലേ, വീടില്ലേ? അവിടുത്തെ 40ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വയസ്സാണ്. ആ സമയത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം അതൊന്ന് ശക്തമാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം നിശ്ചയമാണ്. അതിനെ അള്ളാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തതാ. ഒറ്റക്ക് ഖദീജ ഉമ്മയുടെ കൂടെ കഴിഞ്ഞുകൂടുമ്പോ അവിടുന്ന് ഇങ്ങനെ ഒറ്റക്ക് ഈ മലയുടെ മുകളിലേക്ക് വരുമ്പോ ചിന്തിച്ചു നോക്കി, ഈ മലയുടെ ഒരു ഫേസ്, ഒരു രൂപം. ഇന്നിപ്പോ ഇതിന് നമ്മൾ വന്ന് റോഡിലൂടെ അല്ല നല്ല സ്റ്റെപ്പിലൂടെ. കുറച്ച് മുമ്പ്, ഏകദേശം 2 കൊല്ലം മുമ്പ് വരെ ഇതിന്റെ ഇപ്പുറത്ത് ഒരു പാകിസ്ഥാനികൾ വെട്ടിയുണ്ടാക്കിയ സ്റ്റെപ്പ് ഇന്നത്തേക്കാൾ കുറച്ചുകൂടിയൊക്കെ സിമ്പിളായിട്ട് കയറാൻ കഴിയും. അതിന്റെ മുകളിൽ ചെറിയൊരു കാറ് വരും. ആ കാർ ഏറ്റവും മുകളിൽ ഇങ്ങനെ ന്യൂട്രലിൽ ഇങ്ങനെ നിൽക്കും. അവിടുന്ന് നമുക്ക് നടന്നു വരികയാണെങ്കിൽ ഇന്ന് നടന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് പറ്റും. എങ്കിലും അതും പ്രയാസകരമാണ്. അന്നും ഇപ്പൊ ഈ ഇന്നും അന്നും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റെപ്പുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുമ്പോൾ ഈ സ്റ്റെപ്പുണ്ടോ? ഈ പാറക്കെട്ടുകൾ, ഈ മലമടക്കിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് കയറി വന്നത്? വേണ്ട, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഒരു ദിവസം 3 തവണ ഇങ്ങോട്ടെത്തിയത്? ചിന്തിച്ചു നോക്കുമ്പോൾ അത്ഭുതമുണ്ട്. അജബൻ അജബ. എന്നാൽ ഇന്ന് അവരത്രൊന്നും ആരോഗ്യമില്ലാത്ത, അവരത്രൊന്നും ഈമാനില്ലാത്ത ഈ സാഹചര്യത്തിലും വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ ഉമ്മമാര് ഇവിടെ നിന്ന് വന്നിരിക്കുമ്പോൾ നമ്മൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. നമ്മളെ കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരുണ്ട് അല്ലേ? നമ്മൾ അബൂബക്കറിനെ പോലെ നമ്മളെ തലശ്ശേരിയിലെ ഈ ഉമ്മ കാലൊക്കെ വേദനിച്ച് നീര് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വന്നത്. അതേപോലെ നമ്മളെ ഷറഫുക്ക വയനാട്ടിലുള്ള ആളാണ്. അയാളിനോട് പറഞ്ഞു, ഇന്ന് റൂമിൽ 4 ആളിട്ടോ ലീവാണ് കേട്ടോ, ഞങ്ങൾ പോരുന്നില്ലാന്ന്, ഞങ്ങൾ ഈ മലയ്ക്ക് പോരുന്നില്ലാന്ന്. ഇതെന്തോ വലിയ സംഭവമാക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ കാലിന് പ്രശ്നമുണ്ട്.
ആ പ്രശ്നം ഉള്ളോടത്തുനിന്നാണ് പിന്നെന്താക്കണത്, ഒന്ന് വരല്ലോ എന്ന് വിചാരിച്ചു വന്നപ്പോ കയറാനുള്ള വല്ലാത്ത താല്പര്യം. കയറി നോക്കിയപ്പോൾ ഇവിടെ എത്തി. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇതൊരു വല്ലാത്ത പ്രണയമാണ്, ഇതൊരു വല്ലാത്ത ഈമാനികമായ ആവേശമാണ്. ഇത് മുത്തുനബിയോട് ഉള്ള സ്നേഹത്തിന്റെ അടങ്ങാത്ത ഒടുങ്ങാത്ത ഒരു സ്നേഹമാണ്. ഇത് സയ്യിദത്തുനാ ബീവി ഖദീജ ആ ഉമ്മയോടുള്ള വല്ലാത്ത സ്നേഹത്തിന്റെ ഈമാനികമായ ഒരു ഉയർച്ചയാണ്. അല്ലാഹു തആല ഇവിടെ എത്തിയ നമ്മളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാണ്. അല്ലാഹു തആല ഈ സ്ഥലത്തെത്തിയതിന്റെ കാരണത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് ഗാർ ഹിറ എന്ന് പറയുന്ന ഗിരിഗഹരത്തിൽ വന്നിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് പ്രാർത്ഥന നടത്തിയിരിക്കുമ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളടുത്തേക്ക്, നബി തങ്ങൾ അള്ളാഹുവിന്റെ മലക്കാകുന്ന ജിബ്രീലിനെ കണ്ട രംഗം മഹാന്മാരായ ആളുകൾ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. 600 ജറകുകളുള്ള ആളാണ് മഹാനായ സയ്യിദുനാ മലക്ക് ജിബ്രീൽ. ഈ പർവ്വതത്തിന്റെ മുകൾ പരപ്പും ആകമാനം മൂടിയ വിധത്തിൽ ജിബ്രീലിന്റെ ജറകുകൾ അടിക്കുകയാണ്. സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹ് ഗാർ ഹിറയിൽ പ്രാർത്ഥനാ നിമഗ്നനായി ഏകാന്തവാസം അനുഷ്ഠിക്കുമ്പോൾ അവിടുത്തെ വന്ന് പിടിച്ച് ഞെരുക്കിക്കൊണ്ട് പറയുക, ഇഖ്റഉ, വായിക്കുക നബിയെ, വായിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഒത്തു പഠിച്ചിട്ടില്ല. വീണ്ടും പിടിച്ചു കുലുക്കുകയാണ്, പിടിച്ചു ഞെരുക്കുകയാണ്. ഇഖ്റഉ, വായിക്കുക പ്രവാചകരെ. മാ അന ബിഖാരിഇൻ, ഞാൻ ഒത്തു പഠിച്ചിട്ടില്ല. വീണ്ടും പിടിച്ചു ഞെരുക്കുന്നു. ഇഖ്റഉ, വായിക്കുക. മാ അന ബിഖാരിഇൻ, ഞാൻ ഒത്തു പഠിച്ചിട്ടില്ല. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നഹ്സു, ലാ നക്തുബു വലാ നഹ്സു, നിരക്ഷരരാണ്. ആ നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കാൻ അറിയൂല എന്ന് പറയാൻ. അപ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള മുനസ്സഹായ കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന മുനസ്സഹായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മെമ്മറിയിലേക്ക് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ. ഏതായി ഖുർആൻ? ഏതാണ് ഈ ഖുർആൻ? മനുഷ്യന് ലോകത്തിന് വഴി കാണിച്ചെന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലേ ഇന്ന് ലോകത്തെ വഴികാട്ടുന്നത്? ആ പരിശുദ്ധ ഖുർആൻ അവതീർണമായ പർവ്വതമാണ്. ഈ ഖുർആൻ കിട്ടിയതോടുകൂടെ ഖുർആനിന്റെ ഈ വചനങ്ങൾ കേവലം ഈ 5 വാക്യങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗാർ ഹിറയിൽ നിന്ന് കിട്ടിയതോടുകൂടെ അവിടുന്ന് പനിച്ച് വറച്ചിട്ടുണ്ട്. ജിബ്രീലിനെ കണ്ട പിടുത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി പിടിച്ച് വറച്ച് ഇനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അഥവാ ഗാർ ഹിറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വീട്ടിൽ നിന്നാണോ വന്നത് 3 മാസത്തോളം അല്ലെങ്കിൽ 40 ദിവസത്തോളം ഈ ഗുഹാന്തരത്തിൽ, ഈ ഗുഹക്കുള്ളിൽ ഏകാന്ത നിമഗ്നനായി ഇരിക്കുന്ന പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആ ഒരു ഭാരം തലയിലേറ്റി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ച് വിറച്ച് അവിടുത്തെ വീട്ടിലേക്ക് പോകുമ്പോ അവിടുത്തെ വീട്ടിന്റെ ആ പടിക്കൽ കാവൽ നിൽക്കുന്നതാരാണ്? അവിടെ വന്ന് കാത്തിരിക്കുന്നതാരാണ്? ഏതൊരു പ്രയാസത്തിലും തന്റെ സങ്കടങ്ങളിലും സന്താപങ്ങളിലും പ്രയാസങ്ങളിലും ഏത് ഘട്ടങ്ങളിലും തുണയാകേണ്ട പ്രിയപ്പെട്ട ഭാര്യ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠമാണ് സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ. സാധാരണ ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു ഭാര്യയെ സംബന്ധിച്ച് ചില ഭാര്യമാര് മൂർഖം പാമ്പിനെ പോലെ ഫണം വിടർത്തി നിന്നുകൊണ്ട്, എവിടെ ഇനി മനുഷ്യങ്ങൾ, എന്തേ നിങ്ങൾക്ക് പണി, എവിടെ നിങ്ങൾ ഇത്ര നേരമായി, ഇവിടെ ഉപ്പില്ല, മുളകില്ല, പഞ്ചാര ചായപൊടിയില്ല എന്ന് പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് തിരുത്തണം. സയ്യിദത്തുനാ ബീവി ഖദീജ അവർ വീട്ടിന്റെ പടിക്കൽ നിന്ന് തന്റെ വീട് വിട്ട് 1 മാസമല്ല 4 മാസം 3 മാസം ഏകാന്തനായി ഗാർ ഹിറയിലിരിക്കുന്ന പ്രവാചകനോട് ചൂടാകാതെ, അവിടുത്തെ വിഷമിപ്പിക്കാതെ
അവിടുത്തെ കൈപിടിച്ചാനയിച്ച് ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത് തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി, നബിയെ അങ്ങേക്ക് എന്ത് പ്രയാസമാണുള്ളത്? സമ്മിലൂനി യാ ഖദീജ, സമ്മിലീനി യാ ഖദീജ, സമ്മിലീനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ, സമ്മിലീനി യാ ഖദീജ എന്ന് പറയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലേക്ക് പുതപ്പ് വീണുപോയി. പനിച്ചു വിറക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ എന്ന്. സാന്ത്വനത്തിന്റെ വാക്കുകൾ അരുളിക്കൊണ്ട് പുതപ്പിട്ട് മൂടിയ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, നബിയേ അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങ് എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ. വതക്മലുൽ കല്ല, അങ്ങ് പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നവരല്ലേ. അങ്ങ് പ്രയാസങ്ങൾ സഹിക്കുന്നവരല്ലേ. അങ്ങ് അശനരുടെ ആലംബമല്ലേ. അങ്ങ് യതീമിന്റെ കണ്ണീരൊപ്പുന്ന ആളല്ലേ. അങ്ങ് പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന്റെ അത്താണിയല്ലേ. അല്ലാഹു അങ്ങേ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ അങ്ങ് വിഷമിക്കേണ്ടതില്ല. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹു അങ്ങേ ഒരു കാലത്തും കൈയൊഴിയുകയില്ല എന്ന സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ വചനമാണ് സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അരുമ്പ് റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയത്. ഇവിടെയാണ് ജബലുൻ നൂറിന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് നമ്മളെ സംഘത്തിൽപ്പെട്ട ആളുകൾ വരാനൊരുങ്ങിയപ്പോ പലരും വലിയ ആവേശത്തിൽ, വലിയ ആഗ്രഹത്തിൽ, വലിയ പ്രതീക്ഷയിൽ ആ ഒരു ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇവിടേക്ക് കയറിയപ്പോ ആ ഒരു ഈമാനാണ് നമ്മൾ പ്രചരിച്ചത്. ആ ഒരു ഈമാനികമായ ആവേശമാണ് നമ്മളെ ശരീരം തളരുമ്പയും ക്ഷീണിച്ച ഈ അവസ്ഥയിലും പ്രയാസപ്പെട്ട ഈ സന്ദർഭത്തിലും ഈ പർവ്വതത്തിന്റെ ശിഖരത്തിലേക്ക് നമ്മൾ എത്തിച്ചത്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രായമുള്ളവരുണ്ട്, ഇതില് കാലിന് വേദന ഉള്ളവരുണ്ട്, മുട്ടിന് പ്രയാസമുള്ളവരുണ്ട്, പല നിലക്കുള്ള ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ എത്തുന്നത്, ഇവിടെ ഈ മലയുടെ മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചത് നമ്മളല്ല. ഇവിടെ എത്തിയത് നമ്മൾ അല്ലാഹുത്തേല എത്തിച്ചതാണ്. നമ്മളൊരു കൈവന്ന് അല്ലാഹുത്തേല നമ്മൾ എത്തിച്ചതാണ്. എന്നെ കൊണ്ട് കേറൂലെന്ന് വിചാരിച്ച ആൾ ഇവിടെ കേറുകയാണ്. എന്നെ കൊണ്ട് കേറൂലെന്ന് വിചാരിച്ച ആള് ഇവിടെ കേറുകയാണ്. മൻജദ്ദ വജദ, മൻജദ്ദ വജദ. പരിശ്രമിച്ചാൽ എത്തിക്കാത്തൊന്നുമില്ല. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ 79 തവണയും ഈ വിനീതൻ ഇവിടെ ഈ മലമുകളിൽ കയറാനുള്ള ഭാഗ്യം അള്ളാഹു തന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. കാൽമുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. കസാരയിൽ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. അവിടെയാണ് ഒരു നിശ്ചയദാർഢ്യം ഈ പർവ്വതത്തിന്റെ മുകളിലെ